ആഹാരം കഴിച്ചിട്ട് കൈ കഴുകിയില്ലേ? അത് കുഴപ്പമില്ല. ബസ്സിൽ കയറുമ്പോ ഏതെങ്കിലും ചേച്ചിയുടെ സാരി തുടച്ചോളാം. അച്ഛാ, എനിക്കും വേണം ഒരു സൈക്കിള്. നിനക്കതി കേറാൻ പ്രായമായിട്ടില്ല, വീഴും. എന്നെ അച്ഛൻ കേറ്, ഞാൻ മടിയിലിരുന്നോളാം. അപ്പൊ നമ്മൾ രണ്ടുപേരും വീഴും. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം. ഉണ്ണിക്കണ്ണ, നമ്മൾ ഒരേ പ്രായക്കാരാ. നീ എനിക്കൊരു 2 വീലർ സൈക്കിള് കൊണ്ടുതരില്ലേ? ഞാൻ പാവാ. നിങ്ങൾ കേട്ടില്ലേ അവൻ പ്രാർത്ഥിക്കുന്നത്? ഉണ്ണിക്കുട്ടന് ഒരു 2 വീലർ സൈക്കിള് വാങ്ങിക്കൊടുക്ക്. 2 വീലറിൽ കയറാൻ അവന് ബാലൻസ് ഇല്ലടി, അവൻ വീഴും. വേണേ ഞാനൊരു 3 വീലർ സൈക്കിള് വാങ്ങിക്കൊടുക്കാം. എന്നാലും മതി. ചാടാതരാ, കാലൊടിയും. കാലൊടിഞ്ഞ പിന്നെ സ്കൂളിൽ പോണ്ടല്ലോ. ഒരു ബസ്സും വരുന്നില്ലല്ലോ. ഉണ്ണിക്കുട്ടനെ തട്ടിക്കൊണ്ടുപോകാൻ എന്താണൊരു വഴി? എടാ, അതിർത്തി സേന വിചാരിച്ചാലും ആ പയ്യനെ തട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ ഒരിക്കലൊന്ന് ശ്രമിച്ചതാ. അവൻ എന്നെ കൊക്കയിൽ തള്ളിയിട്ടേച്ച് കടന്നു കളഞ്ഞു. പിന്നെ 3 മാസം ഞാൻ ആശുപത്രിയിലായിരുന്നു. ആശുപത്രി ബില്ല് അടയ്ക്കാൻ ഞാൻ പെട്ട പാട്. ഈ പ്രാവശ്യം അവനെ തട്ടിക്കൊണ്ടുപോയാൽ ആശുപത്രി ബില്ല് കൂടി കൂട്ടി ചോദിക്കാം. ഓക്കെ ഓക്കെ. നിങ്ങൾ ഈ ബസ്സിൽ പോയിക്കോ, ഞാൻ വൈകിട്ട് വീട്ടിലെത്തിക്കോളാം. അപ്പൊ കാല് പുറത്തിടുന്നതിന് കുഴപ്പമില്ല. കയ്യും കാലും പുറത്തിടരുതെന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? ചേട്ടാ, അമ്മയുടെ മടിയിലിരുന്നോ? നീ എന്താ അങ്ങനെ പറഞ്ഞത്? ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, നമ്മളേക്കാ പ്രായമുള്ളവരെ ബസ്സിൽ കയറുമ്പോ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണോന്ന്. അവിടെ ഇരിക്കട. വേഗം വാ, ബെല്ലടിച്ചെന്നാ തോന്നുന്നത്. വേഗം പൊയ്ക്കോ. എങ്ങനെയുണ്ടടാ പുതിയ സ്കൂളൊക്കെ? അതിന്റെ മേൽക്കൂരൊക്കെ അപ്പിട്ട് ചോരുന്നതാ. അത് നിനക്കെങ്ങനെ മനസ്സിലായി? അവരെ സിസ്റ്റർമാരൊക്കെ തലയിൽ വെള്ളം വീഴാതിരിക്കാൻ തലയിൽ മുണ്ടിട്ടോണ്ടാ നടക്കുന്നേ. അമ്മേ, അങ്ങേ വീട്ടിലെ മീനെ കാണാതെ പോയിന്നാ തോന്നണേ. ഒരിക്കൽ മീനേന്ന് വിളിച്ചോണ്ട് പോണു. എടാ, അത് നമ്മുടെ മീൻകാരി ചെല്ലമ്മയാ. നീ വന്ന് കാപ്പി കുടിച്ചിട്ടിരുന്ന് പഠിക്കേ. നിങ്ങൾ എന്താ ഇത്ര താമസിച്ചത്? അവൻ ഉറങ്ങി. എങ്കിൽ ഈ സൈക്കിള് അവന്റെ കട്ടിലിനരികി കൊണ്ടുവയ്ക്കാം. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ഉണ്ണിക്കുട്ടന്റെ പ്രാർത്ഥന ഉണ്ണിക്കണ്ണൻ കേട്ടതുകൊണ്ടല്ല, ഞാൻ കേട്ടതുകൊണ്ടാ സൈക്കിള് വാങ്ങിയത്. ആയ്,
ഉണ്ണിക്കണ്ണ ഭൂലോകം ഞാനായ നിനക്ക് രണ്ടെത്രയാ മൂന്നെത്രയാന്ന് അറിയാതെ പോയല്ലോടാ. ആരും ഇല്ല ഇവിടെ. അതെ സാറേ. എന്താ? സാറേ, ഒരു 10,000 രൂപ കടം തരണം. ഒരു പോത്തിനെ വാങ്ങിക്കാനാ. എന്റെ കയ്യിൽ രൂപയൊന്നുമില്ല. പോത്തിനെ വേണമെങ്കിൽ ഇവളെ പിടിച്ചോണ്ട് പോയിക്കോ. കാശില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. പോത്തുകളെ അപമാനിക്കരുത്. സൈക്കിള് കിട്ടിയപ്പോ അവന്റെ സന്തോഷം കണ്ടില്ലേ? നിങ്ങൾക്കെന്താ ഒരു സന്തോഷവും ഇല്ലാത്തത്? കടം വാങ്ങി സൈക്കിള് വാങ്ങിയ എനിക്ക് എങ്ങനെ സന്തോഷം വരാനാടി? ഉണ്ണിക്കുട്ടാ, സൈക്കിള് വെച്ചിട്ട് കുളിക്കാൻ വാ, സ്കൂളിൽ പോണം. ഞാൻ വന്ന് കുളിച്ചൂല. കുളിക്കടാ. ഞാൻ വന്ന് കുളിക്കടാ. ആനയെ കുളിപ്പിക്കാൻ, ഇവനെ കുളിപ്പിക്കാനാ പാട്. അതിർത്തി സേനയെ വിളിക്കാം, അവരെ കൊണ്ടേ നടക്കൂ. അയ്യോ, നാശം, എന്റെ ചട്ടിയും കലവും എല്ലാം പൊട്ടിച്ചില്ലോടാ. എവിടെ നോക്കിയാടാ നീയൊക്കെ സൈക്കിൾ ചവിട്ടുന്നത്? അയ്യോ, ഓ, ഓ, നാശം, എന്റെ മുട്ടയെല്ലാം പൊട്ടിച്ചല്ലോ. അവൻ നമ്മുടെ മോനാണെന്ന് പറയണ്ട. മുട്ടക്കാരനും ചട്ടിക്കാരനും നമ്മളെ പൊട്ടിക്കും. വാ പോകാം. നിങ്ങൾ ജോലിക്ക് പോകാൻ നോക്ക്. എന്റെ ചട്ടിയുടെയും കരത്തിന്റെയും കാശ് വേണം. 1400. എന്റെ മുട്ട പൊട്ടിച്ചതിന്റെ രൂപ തരണം. 880. ആ, ഇനിയും പലരും വരാൻ കാണും. എല്ലാരും കൂടി എന്റെ ഓഫീസിൽ വന്ന ശമ്പളം കിട്ടുന്ന രൂപ അങ്ങോട്ട് തരാം. അച്ഛാ, ഇതാ സൈക്കിള്. അമ്മച്ചി, ഇനി നമുക്ക് കുളിക്കാം. ചെല്ലിക്കകത്ത് വീണോന്നൊരു സംശയം. അല്ല, ഞങ്ങളുടെ കാര്യം. ആ, വൈകുന്നേരം വാ, കാശ് തരാം. ഇവനെ ആ വാഴത്തോട്ടത്തിൽ കൊണ്ടുപോയി കുളിപ്പീര്. വാഴയ്ക്ക് വളമാട്ടെ. ഉപ്പുമാവിന് എന്തെങ്കിലും പോരാതെ ഉണ്ടോടാ? ഉപ്പുമാവ് പോരാത്തയുണ്ട്. ദേ, ഇന്നലെ ഉച്ചയ്ക്ക് ഇവന് തിന്നാൻ കൊടുത്തുവിട്ട ചോറ് ആരും എടുത്ത് തിന്നെന്ന്. അവനെ കണ്ടുപിടിക്കാൻ എളുപ്പാ. വയറിളക്കമായിട്ട് ആരാണ് ക്ലാസ്സിൽ വരാത്തതെന്ന് നോക്കിയാ മതി. ദേ, 9 മണിയായി. വേഗം സ്കൂളിൽ പോവാൻ നോക്ക്. അട്ടിമറിക്കാര് കാണാതെ പോണം. അതെന്താ? ചുമട് ഇവൻ എടുത്താലും നോക്കുകൂലി അവന്മാര് വാങ്ങും. എടാ, വണ്ടി പോയിട്ട് റോഡ് ക്രോസ് ചെയ്യാവൂ കേട്ടോ. അതൊക്കെ ഞാൻ ഏറ്റു. ഉണ്ണിക്കുട്ടന് നിങ്ങളോട് എന്തൊരു ഇഷ്ടമാണെന്നോ. വന്നാൽ ഉടനെ അവൻ നിങ്ങളെ അന്വേഷിക്കും. ദേ അവൻ വരുന്നു. നീ സ്കൂളിൽ പോയില്ലേ? വണ്ടി കടന്നു പോയിട്ട് റോഡ് കുറുകെ കടക്കാവൂന്ന് അമ്മച്ചി പറഞ്ഞില്ലേ? 1 മണിക്കൂർ നേരം നോക്കി എന്നിട്ട് ഒറ്റ വണ്ടിയും പോയില്ല. അത് ശരി, മടി പിടിച്ചിരിക്കുകയാണല്ലേ. ദേ, വേഗം സ്കൂളിൽ പോവാൻ നോക്ക്. ഇവിടെ ഇരുന്ന നല്ല അടി കിട്ടും.